എൻ്റെ പുതിയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കുറേ ആയി ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് 2-3 ചെയ്ത് തമിഴ് പ്രോഗ്രാമായിരുന്നു. അപ്പോൾ മലയാളം പ്രോഗ്രാം ഇപ്പോൾ അടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിചാരിച്ചു. അതാണ് ഈ പ്രോഗ്രാമിലേക്ക് വന്നത്. ഇത് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പൊട്ടറ്റോ, അതുപോലെ തന്നെ ക്യാരറ്റ്, ഇതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ വെജിറ്റബിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ വെജിറ്റബിൾ ഞാൻ ഇതിൽ നോക്കാതെ കട്ട് ചെയ്യും. അത് നമ്മൾ എന്താ പറയുക, പൊട്ടറ്റോ ആൻഡ് ക്യാരറ്റ് കട്ടിങ് വിത്തൗട്ട് ലുക്കിങ്, അത് നോക്കാതെ നമ്മൾ കട്ട് ചെയ്യും. അതാണ് ഇത് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു സ്കിൽ പെർഫോമൻസാണ്, അതായത് കഴിവ് തെളിയിക്കുന്ന ഒരു പെർഫോമൻസാണിത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. സ്കിൽ പെർഫോമൻസ് പറഞ്ഞാൽ തന്നെ എന്താ, എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് സ്കിൽ പെർഫോമൻസ് പറഞ്ഞാൽ ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ കഴിവ് ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഉള്ള പെർഫോമൻസ് ആണ് പലരും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് അല്ലാതെ. അപ്പോൾ ഞാൻ പറഞ്ഞ അല്ലോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതങ്ങനെ ക്യാരറ്റൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നോക്കാതെ കട്ട് ചെയ്യും. അതുമാതിരി പൊട്ടറ്റോ ഇവിടെ പീസാക്കി വെച്ചിട്ട് ഇത് ഞാൻ ഇവിടെ വെച്ചിട്ട് ഇതിൽ നോക്കാതെ ഞാൻ കട്ട് ചെയ്യും. അതാണ് സ്കിൽ പെർഫോമൻസ്. അപ്പം അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം, എന്നിട്ട് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് സംസാരിക്കാം കേട്ടോ. അതായത് നമുക്ക് നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാം, ഞാൻ പലതും എൻ്റെ പ്രോഗ്രാമിലൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഞാൻ ഇതിലിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനിപ്പോൾ 244 വീഡിയോസ് ചെയ്തു. ഇന്ന് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ 245 വീഡിയോ ആവും. ഞാൻ എൻ്റെ പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട്. അസൂയുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ അസൂയുള്ള ആൾക്കാർ ഇത് ഞാനല്ല ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ന് ഞാൻ രാവിലെ നോക്കുമ്പോൾ ഇവർക്ക് ഒന്നും പറയാനില്ല, ഒരു കാര്യവും ഇവർക്ക് പറയാനില്ല. ഇവരിപ്പോൾ ഇന്ന് പറഞ്ഞു വരുത്തിയിരുന്ന ഒരു കാര്യം എനിക്ക് അറിയാനിടയായി. എന്താണെന്ന് വെച്ചാൽ, അതായത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലാണ് അത്രേ എൻ്റെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു വരുത്തിയിരിക്കുന്ന ആൾക്കാർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ കഴിവില്ലാത്ത ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കുക. ഈ കമ്പ്യൂട്ടർ ഇതിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരാണ് ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നത്. അതാണ് ഏറ്റവും വലിയ ഒരു എന്താണ് പറഞ്ഞാൽ വളരെ ലജ്ജാപരമായിട്ടുള്ള ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊക്കെ DCH കഴിഞ്ഞ ആളാണ്. ഞാൻ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് മെയിൻ്റനൻസ് കോഴ്സ് കഴിഞ്ഞ ആളാണ്. അതായത് സോഫ്റ്റ്വെയർ മാത്രമല്ല ഹാർഡ്വെയർ അടക്കം നമുക്കറിയാം. അപ്പോൾ എത്രത്തോളം കമ്പ്യൂട്ടറിൽ അറിയാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇത് പക്ഷേ സാധാരണക്കാർക്ക് അറിയില്ല. നിങ്ങളെ മാതിരിയുള്ളവർക്ക് സാധാരണക്കാർക്ക് അറിയില്ല. ഇത് പഠിച്ചവർക്ക് അറിയാം. ഇപ്പം നമ്മളൊക്കെ കോഴ്സ് കഴിഞ്ഞവരാണ്, അതുകൊണ്ടൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാം ഒക്കെ ചെയ്യും, പക്ഷെ ഒരാളുടെ ടാലൻറ്റ് മാറ്റാൻ പറ്റില്ല. ഒരു വ്യക്തിക്ക് ടാലൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് എന്താകാൻ പറ്റുള്ളൂ, പെർഫോമൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ 245 ഇന്നും കൂടി ഇത് അപ്ലോഡ് ചെയ്താൽ, അപ്പോൾ ഈ 245 വീഡിയോയും ചെയ്തത് ഞാൻ തന്നെയാണ്. കാരണം അത് നമുക്ക് ദൈവം സഹായിച്ചൊരു കുറച്ച് ടാലൻ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ്, കഴിവുള്ളത് കൊണ്ട് തന്നെയാണ്. അത് നിങ്ങളെമാതിരിയുള്ള എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്കത് ഉണ്ടാവില്ല. നിങ്ങൾക്കത് അസൂയുള്ളത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ പറഞ്ഞു വരുത്തുന്നത്. എന്തോ പറയുന്നത് ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഏട്ടൻ്റെ മകൻ പറഞ്ഞിട്ടാണ് നിങ്ങളെ അസൂയുള്ള ആൾക്കാർ ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ അത് ഇങ്ങനെ എന്തില്ലാത്തതാ പറഞ്ഞത് ചോദിച്ചു. അപ്പോൾ അയാൾ പറയുന്നു, എൻ്റെ ഏട്ടൻ്റെ മകൻ പറഞ്ഞു അത്രേ, ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ പെർഫോമൻസാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു. എൻ്റെ ഏട്ടൻ്റെ മകൻ എൻ്റെ പ്രോഗ്രാമിനെ കുറിച്ച് ഒന്നും പറയാറില്ല. ഇന്നേ വരെ ഒരു പ്രോഗ്രാമിനെ കുറിച്ചും അവൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ വേറെ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്ന ആൾക്കാരോട് ഞാനൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കഴിവില്ല. ഇപ്പോൾ എനിക്ക് പലതരത്തിലുള്ള കഴിവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രോഗ്രാം ചെയ്തത്. നിങ്ങൾക്ക് കഴിവില്ല എന്ന് വെച്ച് മറ്റുള്ളവർക്ക് കഴിവില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ എന്തും പറഞ്ഞു വരുത്താമെന്നും നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് പറയാൻ നിങ്ങൾക്കൊന്നും കഴിവില്ല.
അപ്പോൾ നമുക്ക് കഴിവുള്ളത് കൊണ്ട് നമ്മളിതിന് വലിയ ആൾക്കാരുടെ അടുത്ത് വേറെ മറ്റുള്ളവരുടെ അടുത്തും നമ്മൾ അധികം സംസാരിക്കാറില്ല. ഞാൻ വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ എൻ്റെ കാര്യം നോക്കി നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറയാൻ മറ്റുള്ള പിള്ളേരുടെ കൂടെ നടക്കുക അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. കുടിക്കലില്ല, വലിക്കലില്ല, അതുപോലെ തന്നെ മറ്റുള്ള മയക്കുമരുന്ന് കാര്യങ്ങൾ ഉപയോഗങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളെ ഏത് കാലത്തും എല്ലാവർക്കും ഒരു അസൂയാണ്. അപ്പം ഞാൻ ഇപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ പെർഫോമൻസൊക്കെ, എൻ്റെ പാട്ടായാലും ശരി, എൻ്റെ ഡാൻസ് ആയാലും ശരി, എൻ്റെ മിമിക്രി ആണെങ്കിലും ശരി, അതുപോലെ തന്നെ എൻ്റെ സ്കിൽ പെർഫോമൻസ് ആണെങ്കിലും ശരി, എന്താണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം, നേരിട്ട് കാണിച്ചു തരാൻ പറ്റും. അത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മറ്റേ അതായത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ചെയ്യുന്നതൊന്നും അവർക്കൊന്നും അങ്ങനെ കഴിയില്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ പറഞ്ഞ പൈസ നിങ്ങൾ തരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ പെർഫോമൻസ് ഒക്കെ കാണിച്ചു തരാം. മനസ്സിലാവുണ്ടോ? ഇത് ഞാൻ തന്നെയാണ് ഇത്രയും പെർഫോമൻസ് ചെയ്തിരിക്കുന്നത്. അതായത് പ്രമോദ് മേനോനാണെങ്കിൽ ശരി, പ്രമോദ് ആണെങ്കിൽ ശരി, പ്രമോദ് ചിറ്റൂരാണെങ്കിൽ ശരി, അത് ഞാൻ തന്നെയാണ്. എൻ്റെ വീട് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ചിറ്റൂരിനടുത്തുള്ള വിളയോടിക്കടുത്തുള്ള താമരക്കുളം പറഞ്ഞ സ്ഥലത്തിനടുത്ത് ഏറാട്ടത്തറയിലാണ് എൻ്റെ വീട്. ഏറാട്ടത്തറയിൽ വത്സലയമ്മയുടെ മകനാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇത്രയും അക്യുറേറ്റായിട്ട് കാര്യങ്ങൾ പറയണമെങ്കിൽ അപ്പം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങളെ മാതിരിയുള്ള അസൂയാലുക്കൾ പറഞ്ഞു വരുത്തുന്നു. എന്താ പറഞ്ഞു വരുത്തുന്ന അറിയോ? ഞാനല്ല വേറെ ആരോ ചെയ്യണമെന്ന് പറഞ്ഞു വരുത്തി കുറേ അതൊന്നും വിജയിച്ചില്ല. അടുത്തത് പറഞ്ഞു വരുത്തി, ഇത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ് പറഞ്ഞു വരുത്തി. ഞാനൊരു കാര്യം പറയട്ടെ, നാച്ചുറലായിട്ട് ടാലൻ്റ് ഉള്ളവർക്ക് അപ്പോൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ മറ്റുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ നാച്ചുറലായിട്ട് ടാലൻ്റ് ഉള്ള ആളുകൾ, അപ്പോൾ ഞാനൊക്കെ എൻ്റെ ഹൈസ്കൂൾ കാലം തൊട്ടിട്ട് ഓരോരോ പ്രോഗ്രാമിൽ ഞാൻ സ്കൂളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വരുന്ന ആളാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ്റെ നാട് തിരുനെല്ലായി മൂഴിപുലത്താണ്. അപ്പോൾ അവിടുത്തെ ഉത്സവങ്ങൾക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരു ദേവീ ക്ഷേത്രമുണ്ട്, കണ്ണടത്ത് ഭഗവതി ക്ഷേത്രം. അപ്പോൾ ആ ഭഗവതി ക്ഷേത്രത്തിൽ അവിടുത്തെ കാർത്തിക ഊട്ട് മഹോത്സവം ഉണ്ട്. അവിടെയൊക്കെ സ്റ്റേജിൽ ഞാനൊക്കെ നാടകം അഭിനയിച്ച് പെർഫോം ചെയ്തിരുന്ന ആളാണ്. എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 10-70 വയസ്സുള്ള ആൾക്കാരുടെ ക്യാരക്ടർ പോലും ഞാൻ ചെയ്തിരുന്ന ആളാണ്. 16 സിനിമ അഭിനയിച്ച ആളാണ്. ഷോർട്ട് ഫിലിമിൽ നായകനായിരുന്ന ആളാണ്. അപ്പോൾ അതുമാതിരി ശ്രീകണ്ഠൻ നായർ ഷോ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോയിൽ പങ്കെടുത്തിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ശ്രീകണ്ഠൻ നായർ ഷോയിൽ മാത്രമല്ല, മലയാളി ദർബാർ പറഞ്ഞിട്ട് മണിയമ്പിള്ള രാജു മറ്റേ അവതരിപ്പിച്ച ഷോയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഏഷ്യനെറ്റിലെ വേറൊരു ഷോയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ശ്രീകണ്ഠൻ നായർ ഷോയിൽ ഞാൻ പങ്കെടുത്തിട്ട് വന്നപ്പോൾ ഇവിടുത്തെ വലിയ വിവരമൊന്നുമില്ലാത്ത ഒരുത്തൻ പറഞ്ഞു, എന്താണ് പറയാ, ഞാൻ മാത്രം ശ്രീകണ്ഠൻ നായർ ഷോയിൽ പങ്കെടുത്തത് അങ്ങോട്ട് കാഴ്ച കൊടുത്തിട്ടാണ് എന്ന്. ഒരിക്കലും അല്ല, അത് എൻ്റെ വെഡിത്തരമാണ്. ആ പറഞ്ഞവൻ്റെ വെഡിത്തരമാണ്. എനിക്ക് ആ ഷോയിൽ പങ്കെടുത്ത അവിടുന്ന് ഇങ്ങോട്ട് തരികയാണ് ചെയ്തത് കാശ്. അതാദ്യം മനസ്സിലാക്കുക. ഇതുമാതിരി പല ഇല്ലാതീനവും പറഞ്ഞു വരത്തിലാണ് മറ്റുള്ള ആൾക്കാരുടെയൊക്കെ ഏറ്റവും വലിയ ഒരു ഇല്ലാത്തത് പറഞ്ഞു വരുത്തുന്ന ഇതാണ് അവർക്കൊരു രസം, അവർക്കൊരു കളി. അത് നമ്മളെക്കുറിച്ച് ഇല്ലാത്ത പറഞ്ഞവർക്ക്, അതായത് ഡെയിലി എല്ലാ ദിവസവും എന്നെക്കുറിച്ച് ഓരോരോ കഥകൾ പറഞ്ഞു വരുത്തലാണ് ഏറ്റവും വലിയ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു കുസൃതിത്തരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അസൂയത്തരമാണ് എങ്കിലും നമുക്കതിനെ കുസൃതിത്തരം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. അതായത് നമ്മളെ മാക്സിമം നല്ലതായിട്ട് എല്ലാം വിചാരിക്കുക. നമ്മളെ മനസ്സിന് നല്ലതായിട്ട് വിചാരിക്കണം, എന്നാൽ മാത്രമേ മറ്റുള്ള കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ഇപ്പോൾ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു ഉള്ളിലുള്ള ആൾക്കാർക്ക് ഒരു ശല്യം വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മുകളിൽ വന്നിട്ട് പ്രോഗ്രാം ചെയ്തത്. അപ്പം ഞാൻ പല സ്വഭാവ സവിശേഷതയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പ്രേക്ഷകരായ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ, നിങ്ങളും അങ്ങനെ സ്വഭാവ സവിശേഷതയുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതെങ്ങനെയുള്ളവരാണെന്ന് വെച്ചാൽ, നമ്മൾ അധികവും നല്ല ആൾക്കാരോട് നന്നായിട്ട് പെരുമാറാൻ പഠിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ,
നമ്മൾ നന്നായിട്ട് പെരുമാറിയാൽ മാത്രമേ നമ്മുടെ വീട്ടിൽ ചെറിയതായിട്ട് വളരുന്ന കുട്ടികളൊക്കെ അത് കണ്ടിട്ട് നന്നായിട്ട് പെരുമാറുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഉദാഹരണം പറയണമെന്ന് വെച്ചാൽ, ഞാൻ ഒരു കാര്യം കണ്ടു. അതായത് ഞാനൊരു ആൾ ഇപ്പോൾ, അതായത് ഇതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഞാനൊരു വ്യക്തിയെ കണ്ടു. ആ വ്യക്തി എന്താണെന്ന് വെച്ചാൽ, അവർ സ്വന്തം മക്കളെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ നായ് ഈ നായ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യരായിട്ട് പിറന്നിട്ട് അവൻ്റെ സ്വന്തം മക്കളെ തന്നെ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ നായ് ഈ നായ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മളങ്ങനെ ഒരിക്കലും പറയരുത്. സ്വന്തം മക്കളായാലും പോലും നമ്മൾ വളരെ അവർ ആ നായ് ഈ നായ് അങ്ങനെയൊന്നും പറയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവനെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് ഈ മുടിയും മൂളയില്ലാത്തവൻ എന്നുള്ളതാണ്. പക്ഷേ ഈ മുടിയും മൂളയില്ല എന്നുള്ളത് അവൻ ഒന്നും കൂടിയിട്ട് അത് സ്ഥിരീകരിക്കും. കാരണം നമ്മളെന്താണ് ഇങ്ങനെ പറയണതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എത്രത്തോളം നമ്മൾ നന്നായിട്ട് ഒരാളോട് പെരുമാറണോ അത്രത്തോളം നമുക്ക് അങ്ങനെ അത്രയും നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ്. അപ്പം മാത്രമേ നമുക്ക് എന്താണെന്നുള്ളൂ വെച്ചാൽ, ഒരാളോട് നമ്മൾ എത്രത്തോളം നന്നായി പെരുമാറണോ അത്രത്തോളം അവർ നമ്മളോട് പെരുമാറും, അല്ലേ? ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് ആൻഡ് ഗീവ് റെസ്പെക്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഇക്കാലത്തെന്ന് വെച്ചാൽ ചെരുപ്പ് കുത്തി ജോലി ചെയ്യുന്ന ആൾ പോലും ഇങ്ങനെയൊന്നും പറയില്ല, സ്വന്തം മക്കളെ ആ നായ ഈ നായ എന്നൊന്നും പറയില്ല. കാരണം അത് അത്രയും നന്നല്ലാത്ത മനസ്ഥിതിയുള്ള ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ഇവൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞില്ലേ, ഇവൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇവൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് ആ നായ ഈ നായ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ അത് പാരമ്പര്യമായിട്ട് അത് കണ്ടിട്ടാണ് ഇവൻ ഇത് പറഞ്ഞു വളർത്തിയത്. ഇനി ഇവൻ്റെ കുട്ടികൾ എന്താവും, അത് ഇവൻ പറഞ്ഞത് പലരും പെൺകുട്ടികളാണ് ഇവൻ പറയുന്നത് ഞാൻ കേട്ടത്. അപ്പോൾ ഇവരുടെ അടുത്ത തലമുറയും ഇവർ ആ നായ ഈ നായ എന്നൊക്കെ പറയും. ഇവൻ പറഞ്ഞ ഇവൻ്റെ മക്കൾ നായ്ക്കളാണെങ്കിൽ ഇവൻ നായാവില്ലേ, ഇവൻ്റെ ഭാര്യ പട്ടിയാവില്ലേ, ഇവൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്താവും, നായ്ക്കളും പട്ടികളും ഒക്കെ ആവില്ലേ. അപ്പോൾ അതങ്ങനെ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഇനിയിപ്പോൾ അതിൽ ഞാൻ അടുത്തത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞു വെച്ചത്, സെൽഫിഷിനെ കുറിച്ച് ഞാൻ പറയുന്നത്. സെൽഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കാണ്ട് നമ്മൾ ഇതാവരുത്. പിന്നെ ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്, ചില ആൾക്കാർ കുടിച്ചിട്ട് വന്നിട്ട് ഭാര്യയെ ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തെറിയായിരിക്കും പറയുന്നത്, ഭയങ്കര പൂരത്തെറി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഭയങ്കരമായിട്ട് തെറിയൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ മനസ്സ് വിചാരിക്കുന്നത്, ഇതിപ്പോൾ തെറി പറയണത് ശരി, ഇത് വെളിയിലുള്ള ആൾക്കാർക്ക് കേൾക്കുന്നത്, അത് പറയുന്നതെന്ന് വെച്ചാൽ വളരെ വൃത്തികെട്ട തെറികളൊക്കെയാണ് പറയുന്നത്. അതായത് ഭാര്യയുടെ എന്താണ് പറയുക ലൈംഗിക അവയവങ്ങളെയൊക്കെ വിളിച്ചിട്ടാണ് പൂരത്തെറികൾ പറയുന്നത്. അപ്പം നമ്മൾ അങ്ങനെ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ പറയാനേ പാടില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണ്. ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അടുത്ത് പരിസരത്ത് ജനങ്ങളൊക്കെ ഉണ്ട്, അവർ താമസിക്കുന്നുണ്ട്. അപ്പം ഇവരുടെ വീട്ടിൽ ഇവരെന്ത് പറയുന്നു അത് മറ്റുള്ളവരും കേൾക്കുന്നുണ്ട്. അത് ഇവർക്ക് അറിയണം, ഇവർ മനസ്സിലാക്കണം, ഇവരിങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. പിന്നെ ചില വ്യക്തികളുണ്ട്, ഞാനത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ചില വ്യക്തികൾ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് എന്താണോ അത് മാത്രമേ അവർ നോക്കുന്നില്ല. ചില ആൾക്കാർ വീട്ടിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാവും, പക്ഷെ വേറെ ആൾക്കാരുടെ വീട്ടിന് മുമ്പിലായിരിക്കും ഒരു വണ്ടി കൊണ്ട് നിർത്തുക. വീട്ടിലിഷ്ടം പോലെ സ്ഥലമുണ്ടെങ്കിലും വേറൊരു ആൾക്കാരുടെ വീട്ടിൻ്റെ മുമ്പിലാണ് അവർ ആ വണ്ടിയെ കഴുകി വൃത്തിയാക്കുക. അങ്ങനെ ഞാൻ പല വ്യക്തികളെ കണ്ടിട്ടുണ്ട്. ഇത്ര വൃത്തികെട്ട സ്വഭാവമുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം ചിലപ്പോൾ ആ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയ വീട്ടിൻ്റെ ഉള്ളിൽ 10-50 വയസ്സായ ആൾക്കാരൊക്കെ ആയിരിക്കും ആ വീടിൻ്റെ ഫ്രണ്ടിൽ അടിക്കാൻ വരലും അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വരലും ഒക്കെ ചെയ്യുന്നു. കാരണം അവരുടെ വീട് ഐശ്വര്യമായിട്ട് ഇരിക്കണം അവർ വിചാരിക്കുമല്ലോ. അപ്പം മറ്റുള്ള ആൾ ജസ്റ്റ് വന്ന് അതിനെയൊക്കെ അവർ തന്നിഷ്ടത്തിന് കൊണ്ടുവന്ന് വെള്ളമൊക്കെ കൊണ്ടുവന്ന് ആ വണ്ടിയൊക്കെ ഇങ്ങനെ സുഖമായിട്ട് എന്താക്കി കഴുകി വൃത്തിയാക്കിയിട്ട് പോകും. പോയി കഴിഞ്ഞാൽ ആ വെള്ളം മുഴുക്ക അവിടെ കിടക്കും, അല്ലെ, ഫ്രണ്ടിൽ. അത് അങ്ങനെ ചളി പിടിച്ച് അവിടെ കിടന്ന് അത് ആ വയസ്സായ സ്ത്രീകൾക്കൊക്കെ അത് ബുദ്ധിമുട്ടായി. 10-50 വയസ്സായ അമ്മമാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് അടിച്ച് ഇതാവും. അതൊക്കെ എത്രത്തോളം വൃത്തികെട്ട സ്വഭാവമുള്ള ആൾക്കാരാണ് അങ്ങനെ ചെയ്യുക. ഒരിക്കലും പ്രേക്ഷകരെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളുടെ അടുത്ത അവരെ നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ അവരെ ദ്രോഹിക്കാൻ പാടില്ല. പിന്നെ ചില വ്യക്തികളുണ്ട് 10, 75, 76 വയസ്സായിട്ടുണ്ടാവും. ഞാൻ പണ്ട് മുടിയും മൂടിയില്ലാത്തവരും പറയും, അങ്ങനത്തെ ടൈപ്പ് വയസ്സായ ആൾക്കാരും ഉണ്ടാവും. ഈ ടൈപ്പ് സാധനങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ ഒരു എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു മീൻകാരൻ വന്നാൽ ജസ്റ്റ് മീൻകാരനോട് എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞിട്ട് അയാൾക്ക് ദേഷ്യം വന്ന ആൾക്കാരായിരിക്കും. ആ ദേഷ്യം വന്ന ആൾക്കാരെ കൊണ്ട് മീൻകാരനെ കുറിച്ച് ഇല്ലാത്തത് ഇനി പോട്ടെ, ഒന്നും വേണ്ട. ഒരു
പാൽക്കാരൻ വന്നു. ഒരു പാൽക്കാരൻ എത്ര നേരം ആ പാൽ ഒഴിച്ച് കൊടുക്കണം നേരമല്ലേ പാൽക്കാരൻ ഉണ്ടാകുള്ളൂ. പക്ഷെ ആ പാൽക്കാരൻ്റെ അടുത്ത് എന്താ പറയുക, പലതും ഇല്ലാതെയും പറഞ്ഞു. ഇയാൾക്ക് ദേഷ്യം തോന്നിയെന്ന് ചോദിച്ചാൽ ഇയാൾ ഇല്ലാതെയും പറഞ്ഞു. അതുമാതിരി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു ചക്കക്കാരൻ വന്നു. ഈ ചക്കക്കാരൻ അവന് ചക്ക എടുക്കാൻ വന്നത്, ഇയാൾക്ക് മറ്റുള്ള വീട്ടിൽ ചക്ക എടുക്കാൻ വന്ന ഇയാൾക്ക് മിണ്ടാണ്ടിരിക്കലേ കൊണ്ടു. ഇയാളുടെ ഒരു ക്യാരക്ടർ ഞാൻ കണ്ടതാണ്. ഇയാൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആ ചക്കക്കാരനോട് പറയും, നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ചക്ക എടുക്കും, ആ ചക്ക മധുരം ഒട്ടുമില്ല, നിങ്ങൾക്ക് നഷ്ടം വരും, വസ്തുവിന് നന്നല്ലാത്ത ചക്കയാണത്, നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് നഷ്ടം വരും കേട്ടോ, എന്തിനാ കഴിക്കണം ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒരു പാര. ഇതുമാതിരിയൊക്കെ പാര വിൽക്കുന്ന ജനങ്ങൾ കുറേ. അതെ, അത് എങ്ങനെയുള്ള സാധനമാണെന്ന് വെച്ചാൽ, ഇവൻ എങ്ങനെ നമുക്ക് ഈ വയസ്സായതോട് നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു റെസ്പെക്റ്റ് തോന്നില്ല, നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കണമെന്നേ തോന്നില്ല. അതുകൊണ്ടാണ് അവൻ എന്നൊക്കെ നമ്മൾ പറയാൻ. കാരണം ഇയാൾ അല്ലെങ്കിൽ ഇവൻ എന്താണെന്ന് ചെയ്യണമെന്ന് വെച്ചാൽ 10-26 വയസ്സായ ഒരു വ്യക്തിക്ക് മുണ്ടാതിരിക്കലേ കൊണ്ടു മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിനാ ഇടപെടുന്നത്? ഇതെങ്ങനെയുള്ള വ്യക്തിയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ചാക്ക് ദൈവത്തിൻ്റെ കാര്യത്തിൽ ഒരു ചാക്ക് വെല്ലം വാങ്ങിയിട്ട് വന്നിട്ട് കുറച്ച് പൈസ കൊടുത്താൽ ഏറ്റവും നന്നല്ലാത്ത വെല്ലം വാങ്ങിയിട്ട് വരും. അതായത് അതിൽ ചിലപ്പോൾ സ്ക്രൂ ആണി ഉണ്ടാവും, ചിലപ്പോൾ ആ വെല്ലം നന്നായി ഏറ്റവും നന്നല്ലാത്ത വെല്ലം വന്നിട്ട് ആ പൈസ ബാക്കി അയാൾ എടുത്തിട്ട് അടിച്ചു മാറ്റി. അങ്ങനെയുള്ളവരാണ്. ഇയാളുടെ കൈകാര്യം ചെയ്യലുണ്ട്. ഇയാൾ എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ദൈവികമായിട്ട കാര്യത്തിൽ നിന്ന് പോലും ഇയാളൊക്കെ ആശ അടിച്ചു മാറ്റുന്ന വ്യക്തിയാണ്. അതാണ് പറയുന്നത്, ഇത്രയും വൃത്തികെട്ട നിർദ്ദിഷ്ട ജീവികളാണ് പല ആൾക്കാരും ഉണ്ടാവുക. പിന്നെ ചില ആൾക്കാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് പ്രേക്ഷകരെ, അതായത് ഒരു വ്യക്തി ഇപ്പോൾ അവരുടെ വീട്ടിൻ്റെ അടുത്തൊരു വ്യക്തിയുടെ വീടുണ്ടെങ്കിൽ അവർ ഈ വ്യക്തിയെ കൊണ്ട് ചോദിക്കാണ്ട് മരമൊക്കെ മുറിച്ച് മാറ്റും. അങ്ങനത്തെ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര നികൃഷ്ടമായിട്ടുള്ള എത്ര വൃത്തികെട്ട സ്വഭാവമായിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യും. നമ്മളൊക്കെ വേറെ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമുണ്ട് നമ്മളവരോടൊക്കെ അനുവാദം ചോദിച്ച് വളരെ ഇതോടെ കൂടെയാണ് നമ്മൾ ചെയ്യുക. കാരണം വെച്ചാൽ നമ്മളൊക്കെ എന്താ വെച്ചാൽ നല്ല അമ്മയ്ക്കും നല്ല അച്ഛനും പിറന്ന ആൾക്കാരാണ്. ഈ ചോദിക്കാണ്ട ആൾക്കാർ മരം വെട്ടുന്നവരൊന്നും നല്ല അമ്മയ്ക്കും നല്ല അച്ഛനും പിറന്നവരായിരിക്കില്ല. കാരണം അതൊരു സംസ്കാരം അത്രയും വൃത്തികെട്ട സംസ്കാരമാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാരുണ്ട്, സഹസ്രനാമമൊക്കെ നന്നായിട്ട് വായിക്കും. പക്ഷേ സഹസ്രനാമം വായിച്ചതുകൊണ്ട് മാത്രമേ അറിയൂ, മറ്റുള്ളവരെ ഫുൾ കുറ്റമാണ് പറയുക, ഇല്ലാത്തത് പറയുക, കുറ്റം പറയുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില സാധനങ്ങളെ കണ്ടിട്ടുണ്ട്. പിന്നെ ചില സാധനങ്ങളുണ്ട് ഒരു കാര്യമില്ല, ഭർത്താവ് ഒരു കോമനായിരിക്കും, ഭർത്താവിന് ഒരു കഴിവുണ്ടാവില്ല. ആ ടൈപ്പ് സാധനങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ മറ്റുള്ളവരെ കുറ്റം പറയും. എന്തിനാണ്? അവരുടെ ഭർത്താക്കന്മാർക്ക് കഴിവില്ല, വേറെ ആൾക്കാരോട് എന്തിനും മറ്റുള്ളവരെ കുറ്റം പറയാം. പിന്നെ വേറൊരു കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ എനിക്കറിയുന്ന ഒരു 2 വ്യക്തികളുണ്ട്. ഇവരെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ്. ഒരു ചേച്ചി അനിയത്തിയാണ്. അപ്പോൾ ഞാനൊരു ദിവസം ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇതുകൾ വിചാരിച്ചു ഞാനിവിടെ ഇല്ല എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ലീവിന് വന്ന സമയത്ത് ഞാനൊരു ദിവസം ജനൽ തുറന്ന് നോക്കുന്നു, എൻ്റെ വീട്ടിലെ ഇരുമ്പാമ്പുളി മോഷ്ടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ അതെന്താന്ന് വെച്ചാൽ അടുത്ത നമ്മൾ ഒരിതുണ്ടല്ലോ, നമുക്ക് എന്തോ എവനോ തിന്നിട്ട് പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കില്ലേ, അങ്ങനെ വിചാരിച്ചുകൊണ്ട് മാത്രം നമ്മൾ ആരോടും പറഞ്ഞില്ല. പക്ഷെ പ്രേക്ഷകരെ നിങ്ങളോട് അറിയിക്കുന്നതെന്ന് വെച്ചാൽ അത് വളരെ നന്നല്ലാത്ത സ്വഭാവമാണ്. അങ്ങനെ ഒരിക്കലും വേറൊരാളുടെ നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല, പഴകരുത് അങ്ങനെ. കാരണം നമുക്ക് എന്തുണ്ടോ, ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ പറമ്പിൽ 2 വാഴയെങ്കിലും വെക്കുന്നതാണ്. അത് പറഞ്ഞ് ഞാൻ എല്ലാം എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഏകദേശം 80% മരങ്ങൾ ഞാൻ തന്നെ വെച്ച് പിടിപ്പിച്ചിരുന്ന ആളാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള അധികാരമുണ്ട്. അപ്പം നമ്മൾ സ്വയം വെച്ച് പിടിപ്പിച്ച് അതിന് നമുക്ക് എന്തെങ്കിലും കായോ പഴമൊക്കെ കിട്ടിയാൽ നമ്മൾ അത് തിന്നാം. മറ്റുള്ളവരുടെയും മോഷ്ടിക്കാൻ പാടില്ല. അങ്ങനെ മോഷ്ടിക്കുന്ന സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോട് ഏറ്റവും ഇത് പറയുന്നത് വെച്ചാൽ നമ്മൾക്ക് എന്ത് കഴിവുണ്ടോ അത് മറ്റുള്ളവരുടെ നമുക്ക് പറ്റുമെങ്കിൽ ആ കഴിവുള്ള വ്യക്തിയെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുക. അത് ആ കഴിവിനെ ഇല്ലാതാക്കുന്ന വിധത്തിൽ ഇല്ലാതീനം പറഞ്ഞു നിർത്താൻ ഒരിക്കലും പാടില്ല. കാരണം ദൈവം കടുത്ത ശിക്ഷ അതിനൊക്കെ തരും. ഇപ്പം ഏതൊക്കെ വ്യക്തിയെക്കുറിച്ച് ഇല്ലാതീനം പറയണോ ആ വ്യക്തികൾക്കൊക്കെ തീർച്ചയായിട്ടും ദൈവം ശിക്ഷ കൊടുത്തിരിക്കും. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ ഇപ്പം എൻ്റെ പ്രോഗ്രാം ഞാൻ 245 പ്രോഗ്രാമിൽ പോയി ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. അത് എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത്രയെങ്കിലും കഴിവുള്ളത് കൊണ്ടാണ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വളരെ ചെറുപ്പത്തിൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ സ്കൂളിൽ നിന്ന് പാടിയിട്ടാണെങ്കിൽ ശരി, കവിത ചൊല്ലിയിട്ടാണെങ്കിൽ ഒക്കെ ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ആളാണ്, പ്രൈസ് വാങ്ങിച്ച ആളാണ്.
അപ്പോൾ അങ്ങനെ ആ ടാലൻറ്റ് അങ്ങനെ ഞാൻ നിലനിർത്തി ഞാൻ ഏത് ജോലി, ഞാൻ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു മനസ്സിലെ ആഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ സൈഡിൽ കലാപരമായിട്ടും ചെയ്യുന്നുണ്ട്. ഞാനൊരു അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ സൈഡിൽ കലാപരമായി ചെയ്യുന്നു. വേണ്ടി വന്നാൽ ഞാൻ കൈക്കോട്ട് എടുത്തിട്ട് എൻ്റെ വീട്ടിൽ 4 വാഴയെങ്കിലും വെക്കും, അല്ലെങ്കിൽ കുറച്ച് ചെടികൾ ഞാൻ വെക്കും. അങ്ങനെ വെച്ച് പിടിപ്പിച്ച് ഇഷ്ടം പോലെ ഉണ്ട്. കായ്ക്കളുണ്ട്, കായ്ക്കളൊക്കെ കായ്ക്കുന്നുണ്ട്, പഴങ്ങളൊക്കെ നമുക്കന്ന് കിട്ടാറുണ്ട്. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ പ്രേക്ഷകരെ, നമ്മൾ മറ്റുള്ളവരെ നല്ലത് കാണാൻ നോക്കുക. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ അസൂയ ആയിട്ട് നമ്മളില്ലാത്തത് പറഞ്ഞ് പരത്തരുത്. അത് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈവം ശിക്ഷ കിട്ടും. പക്ഷേ നിങ്ങൾ നല്ലത് മനസ്സിൽ വിചാരിക്കുക, അസൂയ ഇല്ലാതെ ഒരു മനസ്സായി മാറ്റിയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ സെൽഫിഷിനായിട്ട് നമ്മൾ സ്വയം കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ചിന്തിക്കണം. സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ സമൂഹത്തിലെ ആൾക്കാർക്കും കൂടി നല്ലത് വരാനായിട്ട് നമ്മൾ ചിന്തിക്കണം കേട്ടോ പ്രേക്ഷകരെ. ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇങ്ങനെ ഇത്ര കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകാം. അപ്പോൾ എന്താണ് നമ്മുടെ പ്രോഗ്രാം എന്ന് വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇത് ശ്രീമോദൻ ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ, കുറച്ചൊന്ന് എടുക്കൊണ്ടുവരും. ഇതിപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഇതെന്താ സാധനം? ക്യാരറ്റ് അല്ലേ? ഇനി ഞാനിതിങ്ങനെ വെച്ചിട്ട് നിങ്ങളെ നോക്കിയിട്ട്, പ്രേക്ഷകരെ നിങ്ങളെ നോക്കിയിട്ട്, അതായത് ക്യാമറയിൽ നോക്കിയിട്ട് ഞാനിത് കട്ട് ചെയ്യും. അതാണ് ടാലൻറ്റ്. എൻ്റെ കൈ കട്ടാകില്ല, എന്നാൽ ഞാൻ നിങ്ങളുടെ നോക്കിയിട്ട് ഇത് കട്ട് ചെയ്യുകയും ചെയ്യും. അതിന് മുമ്പ് ഞാൻ വേറെ കാര്യം പറയാം. ഇത് കുട്ടികളോ മറ്റുള്ളവരോ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ആരും അനുകരിക്കരുത് കേട്ടോ, ഇമിറ്റേറ്റ് ചെയ്ത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് വളരെയധികം ഡേഞ്ചറാണ്. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ്. കുറേ വർഷങ്ങൾ മുമ്പേ ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയെ സഹായിക്കും, കഷ്ണം മുറിച്ചിട്ടൊക്കെ സഹായിക്കുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ നോക്കാതെ കട്ട് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങളാരും ഇത് ഇമിറ്റേറ്റ് ചെയ്തു കേട്ടോ. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കാണ് നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ബാക്ക് എടുക്കുക ശ്രീമോദ ക്യാമറ, കാരണം കറക്റ്റായിട്ട് നമ്മൾ കാണണം. ഇപ്പോൾ എന്നെയും ഇതുമായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇനി ഇവിടെ നോക്കാണ്ടാണ് കട്ട് ചെയ്യുന്നത്, ശ്രദ്ധിച്ചോളൂ. ഇതാ നിങ്ങളെ നോക്കിയിട്ട്, അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ മോളിക്ക് നോക്കിയിട്ട്, മോളിക്ക് നോക്കിയിട്ട് ഞാൻ കഷ്ണം കട്ട് ചെയ്യും കേട്ടോ. നിങ്ങളെ നോക്കിയിട്ട് ഞാൻ കട്ട് ചെയ്യും കേട്ടോ. ഇനി ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇത് സ്കിൽ പെർഫോമൻസ് എന്ന് പറയുന്ന ടാലൻ്റാണ്. ഇത് നമ്മൾ നോക്കാതെ കട്ട് ചെയ്യുക കേട്ടോ. എന്താ കഷ്ണം ആക്കിക്കൊണ്ടേയിരിക്കുന്നു, വളരെ മുകളിലേക്ക് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ക്യാമറയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മുകളിലേക്കൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് കുറേ അധികം കാലം നമുക്ക് പരിചയമുള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ കട്ട് ചെയ്യാൻ കഴിയുന്നത് കേട്ടോ. കണ്ടോ, വളരെയധികം ചെറു കഷ്ണങ്ങളായി മാറി. ഇത് നമ്മൾക്ക് എന്താ ഉപ്പേരി വെക്കാനൊക്കെ അല്ലേ, അതായത് പൊരിയൽ വെക്കാൻ നമുക്ക് ഉപയോഗിക്കാം അല്ലേ. ഇനി ഇതേമാതിരി ഞാൻ പൊട്ടറ്റോ സ്ലൈസ് ചെയ്ത് കൊണ്ടുവന്നുണ്ട്. ഇതും നിങ്ങളെ മുമ്പിൽ നോക്കിയിട്ട് എങ്ങനെ ചെയ്യും, നോക്കാതെ കട്ട് ചെയ്യും. ഇവിടെ ശ്രദ്ധിച്ചോ, മോളിക്ക് നോക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ കൈ കട്ടാകുന്നില്ല, കണ്ടില്ലേ, കൈ കട്ടാകുന്നില്ല, പൊട്ടറ്റോ മാത്രം കട്ടാകും. ഫ്രെയിമിൽ രണ്ടുപേരെയും കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെ കട്ടായി കണ്ടോ. നിമിഷം നേരം കൊണ്ട് ചെറു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തു. അതുപോലെ നമ്മൾ എല്ലാം ഇത് നോക്കും. ഇത് ഞാനിങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളെ നോക്കി, പിന്നെ മോളിക്ക് നോക്കി കണ്ടോ, മോളിക്ക് നോക്കി അതിനെടുത്തിട്ട് നമ്മളെന്താ ചെയ്യുന്നത്, ഇങ്ങനെ ചെറിയ കടിക്കും കണ്ടോ. എൻ്റെ കൈ കെട്ടാവുന്നില്ല, എന്നാൽ കഷ്ണം കെട്ടാവുന്നു. കൈ കെട്ടാനില്ല, കഷ്ണം കെട്ടാനില്ല. എന്തായി, നിമിഷം നേരം കൊണ്ടത് പൊടിയായി. നമുക്ക് ഉപ്പേരി വെക്കുന്നതായി. ഇനി ഇത് ഇവിടെ നിൽക്കും. ഇനി അടുത്തൊരു ശ്രദ്ധിച്ചോ, നമ്മൾ അടുത്തതും എന്താ ചെയ്യുന്നത്, സ്ലൈസ് ആക്കി അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതെന്താ നിങ്ങൾ നോക്കി മോളിക്ക് മോളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നു, സംസാരിക്കുന്നു, മോളിക്ക് നോക്കുന്നു, കട്ട് ചെയ്യുന്നു. ഇത് എന്തുകൊണ്ടാണ് കുറേയധികം കാലം എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. എത്ര തരിതരി അല്ലേ. ഇത് നമ്മൾ എന്തിനാകാം, ഉപ്പേരിയാക്കാനായിട്ട് എടുക്കാം. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, ഇങ്ങനെ ആക്കിയിട്ട് മോളിക്കാക്കി കട്ട് ചെയ്യണം. നമ്മൾ കട്ട് ചെയ്തോ, എന്തായി
പൊടിയായി കണ്ട. ഇനി നമുക്ക് അടുത്തെടുക്കാം. പൊട്ടറ്റോ എടുത്തു. ഇതാ മോളിക്ക് നോക്കി കത്തിയിലാണ് കളി കണ്ടാ. കണ്ടാ എങ്ങനെ ഇത് പൊട്ടിയായിട്ടുണ്ട്. ആ ഇനി അതുപോലെ നമുക്ക് എല്ലാം അങ്ങനെ ചെയ്യാം. എല്ലാം നമ്മൾ ഇങ്ങനെ മോളിക്ക് നോക്കിയിട്ടുണ്ടോ. വിത്തൗട്ട് ലുക്കിംഗ് ആണ് ഞാൻ ഈ പൊട്ടറ്റോ ആണെങ്കിൽ ശരി, അതുപോലെ തന്നെ വേറെ എന്താ നമ്മളിപ്പോൾ ചെയ്തത്, ക്യാരറ്റാണെങ്കിൽ ശരി കട്ട് ചെയ്തത് അല്ലേ. നോക്കൂ എത്ര മനോഹരമായിട്ടാണ് ഞാൻ നോക്കാതെ കട്ട് ചെയ്തത് കണ്ടോ. ആ ഇതാണ് നമ്മുടെ ഈ സ്കിൽ പെർഫോമൻസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളാരും ഇത് ഇമിറ്റേറ്റ് ചെയ്ത് ഇത് അനുകരിക്കരുത്. കാരണം ഇത് കുറേ കാലം പഴക്കമുള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനെ എൻ്റെ കയ്യിനോ ഒന്നും പറ്റാതെ ചെയ്യാൻ പറ്റിയത്. കണ്ടോ എന്തെങ്കിലും എവിടെയെങ്കിലും മുറുകി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് പറ്റിയത്? ഇത് കുറേ അധികം കാലം ഞാനൊക്കെ വളരെ പഠിക്കുന്ന കാലം തൊട്ടിട്ടേ അമ്മയെ സഹായിക്കുമായിരുന്നു. കഷ്ണം മുറിക്കാനൊക്കെ അമ്മയെ സഹായിക്കുന്ന അതുകൊണ്ട് എനിക്ക് ഇപ്പം നോക്കാതെ അത് എന്ത് ചെയ്യാൻ പറ്റി, നോക്കാതെ കാണാതെ നിങ്ങളുടെ മുമ്പിൽ ഇത് കഷ്ണം മുറിച്ചിട്ട് ഇടാൻ പറ്റി. പക്ഷേ ഇത് അനുകരിക്കണ്ട, കാരണം എല്ലാവർക്കും ഇത് സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ പെർഫോമൻസ് കേട്ടോ, സ്കിൽ പെർഫോമൻസ് ആണ്. എല്ലാവർക്കും നന്ദി.